1201 ആണ്ട് തുലാമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. അതായത് മേടക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് പ്രവചിക്കുന്നത്. അശ്വതിയും ഭരണിയും കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗവും ചേർന്നതാണ് മേടക്കൂർ എന്ന് പറയുന്നത്. 18-10-2025 മുതൽ 16-11-2025 വരെയുള്ള ഒരു മാസത്തെ കാലയളവിൽ പ്രവചനങ്ങളാണ് നടത്തുന്നത്. ഇപ്പോൾ 18-10-2025 ഗുരു മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് മാറുന്നു. അത് രാത്രി 9:35 മാറുന്നത്. പുണർന്നം നക്ഷത്രത്തിലാണ് ഗുരു മാറുന്നത്. പിന്നെ കർക്കിടക രാശിയിലേക്ക് മാറുന്നതിനാൽ വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവേണ്ട സാധ്യതയില്ല. എൻ്റെ പ്രവചനം പറയാം. ഉദ്യോഗസ്ഥർക്കും പൊതുപ്രവർത്തകർക്കും വളരെ മോശപ്പെട്ടൊരു സമയമായിരിക്കും. സൂക്ഷിക്കുക. പ്രത്യേക ചില കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാൽ അത് സാധിക്കുന്നതാണ്. അതായത് ജോലിക്കാര്യം, വിവാഹം, ധന ഇടപാടുകൾ, വസ്തുവാങ്ങൽ മുതലായവ കാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ സന്താന ഭാഗ്യം ഇല്ലാത്തവർക്ക് സന്താന ഭാഗ്യം ലഭിക്കാം. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിവാഹ ആലോചനകൾ, നിശ്ചയങ്ങൾ നടക്കാനോ അല്ലെങ്കിൽ വിവാഹം തന്നെ നടക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. ഏതൊരു രീതിയിലായിരുന്നാലും പല വഴിക്കും ധനലാഭം പ്രതീക്ഷിക്കാം. ഒരു ജോലിക്ക് വേണ്ടി നിയമന ഉത്തരവ് കാത്തിരിക്കുന്നവർക്ക് ഈ മാസം ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. ലോണുകൾ എടുക്കാൻ വേണ്ടി വീട് വയ്ക്കുന്നതിനോ മറ്റുള്ള കാര്യത്തിനോ ലോണുകൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ അപേക്ഷ സമർപ്പിക്കേണ്ട ഒരു സമയമാണ്. ലോൺ അപേക്ഷിച്ചാൽ തീർച്ചയായിട്ടും ലോൺ ലഭിക്കുന്നതാണ്. അതുപോലെ വീട് പണിയുന്നവർക്ക് അത് പൂർത്തിയാക്കാനും അത് ഗൃഹപ്രവേശനം നടത്താനും എല്ലാം സാധിക്കും. വിദ്യാർത്ഥികൾ പഠിപ്പിലും അതിനോട് അനുബന്ധിച്ച കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ പഠിപ്പ് മുടക്കം വരാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. വീട് കെട്ടുന്നതിന് സ്ഥലമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വീടായിട്ടോ തന്നെ വാങ്ങുന്നതിനും നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്. ശത്രുശല്യം കുറയാം. അതുകൊണ്ട് ശത്രുക്കളൊക്കെ കുറച്ച് അടങ്ങിയിരിക്കാം. മുറിവുകൾ ഉണ്ടെങ്കിൽ, ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മുറിവോ പുണ്ണോ ഉണ്ടെങ്കിൽ അതെല്ലാം ഭേദമാകും. ഗുണഫലങ്ങൾ ഏറെ ഉണ്ടെങ്കിലും ചില ഗ്രഹങ്ങൾ മോശം രാശിയിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. ഏഴര ശനി കാലമായതിനാൽ അതിൻ്റേതായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. ഉദരത്തിന് പല വ്യാധികൾ വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. വേണ്ടപ്പെട്ട ബന്ധുക്കളിൽ ആരെങ്കിലോ അല്ലെങ്കിൽ ഉറ്റ സുഹൃത്തോ മരണപ്പെടുന്നതിനുള്ള സാധ്യത കാണുന്നു. വളരെ ശ്രദ്ധിക്കുക. ഗൃഹനിർമ്മാണത്തിൽ വളരെ ശ്രദ്ധിക്കുക. കാരണം ആ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഓരോ ഘട്ടവും നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം വരേണ്ട സാധ്യത കാണുന്നു. കണ്ണിന് പരുക്ക് പറ്റുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെൽഡിങ്, ഗ്രൈൻഡിങ് അങ്ങനെയൊക്കെയുള്ള വർക്ക്ഷോപ്പ് വേലകൾ ചെയ്യുന്നവരും അല്ലാത്തവരും ശ്രദ്ധിക്കുക. കാരണം കണ്ണിലെ പരുക്ക് പറ്റാൻ സാധ്യതയുണ്ട്. അത് വളരെ ബുദ്ധിമുട്ടാകും. ശ്രദ്ധിക്കുക. ഉദ്യോഗസ്ഥർക്കും പൊതുപ്രവർത്തകർക്കും മോശം സമയമാണ്. തരം താഴ്ത്തുകൾ, അതായത് ഡിമോഷൻ വരേണ്ട സാധ്യത കാണുന്നുണ്ട്. മക്കൾക്ക് രോഗം വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അശ്രദ്ധ കാണിച്ചാൽ ശാരീരിക മർദ്ദനം ഏൽക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പിന്നെ ജാതക പരിശോധന നടത്തി ഇപ്പോഴത്തെ ദശാസന്ധി കൂടി പരിശോധിച്ചാലേ കൃത്യമായ ഫലങ്ങൾ പ്രവചിക്കുവാൻ സാധിക്കൂ. ഒരു ജ്യോതിഷ പണ്ഡിതനെ സന്ദർശിച്ച് നിങ്ങൾ ജാതക പരിശോധന നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം എന്തെങ്കിലും പരിഹാര പൂജകൾ ആവശ്യമാണെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന രീതിയിലൊക്കെ ചെയ്യുന്നതും നല്ലതാണ്. നല്ല ഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ നല്ല ഫലങ്ങളും, മോശഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ മോശഫലങ്ങളും ലഭ്യമാകാം. ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും നല്ല ഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ വളരെയേറെ പ്രതീക്ഷിച്ചതിലും കൂടുതൽ നല്ല ഫലങ്ങൾ തീർച്ചയായിട്ടും ലഭ്യമാകും. നേരെ മറിച്ച് മോശഗ്രഹങ്ങളുടെ ദശാസന്ധിയോ മോശഗ്രഹങ്ങളുടെ ഗ്രഹപ്പകർച്ചയാണെങ്കിൽ വളരെ മോശപ്പെട്ടതായിരിക്കും ഫലം ഉണ്ടാവുക. അത് ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്നത് വരാനിരിക്കുന്ന നന്മകളെയും തിന്മകളെയാണ്. നിങ്ങൾക്ക് മുഹൂർത്തപരമായോ ജ്യോതിഷപരമായോ വാസ്തുപരമായോ പൂജപരമായുള്ള കാര്യങ്ങൾക്ക് എൻ്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ തുലാമാസത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.